2015 ഏപ്രിൽ 9 വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോയതായിരുന്നു ശ്രീജി രാജ്. തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ശ്രീജിയെ കാണാതായപ്പോ വീട്ടുകാർ അന്വേഷണത്തിനിറങ്ങി. ഒടുവിൽ കുറച്ചകലെയുള്ള പുഴക്കടവിൽ നിന്നും ശ്രീജിയുടെ മൃതശരീരം കണ്ടെത്തുകയായിരുന്നു. എൻ്റെ മോൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയതാണോ? ഉള്ളിൽ വെള്ളം ചെന്നിട്ടില്ലെന്നും വിഷാംശം ഉള്ളിലുണ്ടെന്നും അത് പുരടാൻ ഒരു തരികളാണെന്നും ഒക്കെ അറിയുന്നു. വെള്ളത്തിൽ വീണ് മരിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ആയാലും സ്വല്പമെങ്കിലും വെള്ളം ഒള്ളിച്ചിട്ട്. തലയുടെ പുറവശത്ത് മുറിവ്, മുഖത്ത് രക്തം, വെള്ളത്തിൽ കിടന്ന് വീണ് രക്തം പോയാണെങ്കിൽ ഉണങ്ങി പിടിക്കില്ലല്ലോ. വിഷം കഴിച്ചിട്ട് ഒരാൾ വെള്ളത്തിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം തന്നെ നമുക്കറിയാവുന്ന അതൊരു പ്രീ പ്ലാന്റ് എന്തോ നടന്നിട്ടുണ്ടോ. ഏപ്രിൽ 9 എൻ്റെ മോൻ വീട്ടിൽ നിന്ന് കോളേജിൽ പോയാണ്. കോളേജിൽ പോയിട്ട് സാധാരണ ഒരു 2-2:30 ആകുമ്പോൾ വീട്ടിലെത്താറുള്ളതാണ്. മോന് ഈ 2:30 കഴിഞ്ഞിനൊക്കെ വീട്ടിൽ എത്താത്തതിന് ശേഷം ഞങ്ങൾ തിരക്കി ഫോണിൽ വിളിച്ചെനിക്ക് കിട്ടിയില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. അന്നേരം സ്കൂളിൽ വിളിച്ചു ചോദിച്ചു. അന്നേരം പറഞ്ഞു 4 മണി വരെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 5 മണിയാണെങ്കിൽ കാണുന്നില്ല. കാണാതെ പണ്ട് വീണ്ടും വിളിച്ചും പറഞ്ഞു അത് വണ്ടി കിട്ടാൻ താമസിക്കുന്നതായിരിക്കും, സ്റ്റാൻഡ് ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൊച്ചു വരുമെന്നുള്ളൊരു ഇതായിപ്പോയി. പിന്നെ ഒരു 5:45 വരെ ഞാൻ കാത്തിരുന്ന് കാണാഞ്ഞിട്ട് എൻ്റെ മോനെ തിരക്കി കോളേജിലൊക്കെ ചെന്ന് ഈ ജംഗ്ഷനിൽ കുളക്കട ലക്ഷംപീടി ജംഗ്ഷനെ, കുളക്കട ജംഗ്ഷനെ, അതിനകത്തെല്ലാം തിരക്കി അടൂർ ചെന്നു. അടൂർ സ്റ്റാൻഡിലൊക്കെ തിരക്കിയെനിക്ക് മോനെ കണ്ടില്ല. പിന്നെ ഞാൻ അവൻ്റെ കോളേജിൽ ചെന്നപ്പോൾ ഒത്തിരി കുട്ടികളും അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് പ്രാക്ടിക്കൽ നടക്കുന്നുണ്ട്, വൈകിട്ടും ആളുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചിങ്ങനെ മോൻ ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവൻ ഉച്ചയായപ്പോഴേ പോയതാണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ അറിയിച്ചിട്ട് മോനെയും പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അളിയന്മാരും എല്ലാവരും വന്ന് ഞങ്ങൾ അടൂർ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതുപോലെ കാണാനുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞ് അവരന്വേഷിക്കാം. രാവിലെ എഴുതി ചേർക്കത്തുള്ളെന്ന് പറഞ്ഞു. പരാതി അവിടെ വെച്ചിട്ട് അവരന്വേഷിക്കാമെന്ന് പറഞ്ഞ് എല്ലായിടത്തും വിളിക്കുകയും പിന്നെ രാവിലെ എന്നാണ് കംപ്ലൈൻറ്റ് മൊഴിയൊക്കെ എടുത്തു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോകുന്നു. അപ്പം നമ്മൾ പിന്നെ പിറ്റേന്നൊക്കെ ആ സ്കൂളിലും പരിസരത്തും പിന്നെ അതുപോലെ പാർട്ടിക്കാരെയൊക്കെ കണ്ടിട്ട് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെട്ടു. പത്രത്തിൽ എല്ലാം പരസ്യം കൊടുത്തു, ടി വിയിലും പരസ്യം കൊടുത്തു മോനെ കാണാൻ. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് പോയി, എന്നിട്ടൊന്നും കണ്ടില്ല. അന്ന് ഈ പത്രത്തിൽ പിറ്റേ ദിവസം പരസ്യം കണ്ടതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മെമ്പർ പറഞ്ഞിരുന്നു, പഴയ മെമ്പർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, എന്നെ വിളിച്ചിട്ട് വന്നു. ഞാൻ ഇങ്ങനെ മോൻ ഒരു 2-2:30 ആയപ്പോഴത്തേന് ജംഗ്ഷനിൽ ഇറങ്ങി അങ്ങോട്ട് വീട്ടിലോട്ട് നടന്നു വരുന്ന കണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു 5 മണിയായി. 5 മണി സമയത്ത് ഞാൻ ഏനാത്തോട്ട് പോകണം. ഏനാത്തിൽ എനിക്ക് മഹർഷിക്കാവ് വരെ പോകണം. അങ്ങനെ പോകുന്ന സമയത്താണ് ഇയാളും വേറൊരു 3 പിള്ളേരും കൂടെ, അവൻ്റെ പ്രായത്തിലുള്ള ഒരു 3 പിള്ളേരും കൂടെ ഏനാത്ത് പാലം കഴിഞ്ഞിട്ട് താപ്പോട്ട് വണ്ടി ഇറക്കുന്ന ഒരു വഴിയുണ്ട്, അവിടെ ഒരു 2 ബസ്സുണ്ട്, അവിടെ ഇങ്ങനെ നിൽക്കുന്നു റോഡ് സൈഡിൽ. അപ്പോൾ ഇയാളെ ഞാനങ്ങനെ വെളിയിലൊന്നും അങ്ങനെ കാണാറില്ല. ഇത്രയും കാലമായിട്ട് ഞാനും മിക്കവാറും എന്ന് അതിനകത്ത് പോവും, ജംഗ്ഷനിൽ നിന്നും വരും. ഇയാളെ എങ്ങനെ വെളിയിൽ കൂട്ടുകാരുടെ പിള്ളേരുടെ കൂടെ ഒന്നും കാണാറേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊന്ന് രായം തന്നെ മോനാണെന്നല്ല നിൽക്കും. മറ്റേ പിള്ളേരെ എനിക്കറിയാം, അവരുടെ പുറവശം മാത്രമേ കണ്ടതുള്ളൂ. അവർ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇയാൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇയാളുടെ മുഖം കാണാനെത്തും. ഞാൻ ബൈക്കിൽ പോവാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് രായം തന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് തോന്നിയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി ഇനി പിള്ളേരെ വണ്ടി കയറ്റിയും കൊണ്ട് ആരും നിൽക്കുമായിരിക്കും എന്ന് തോന്നി ഞാനങ്ങ് വടക്കോട്ട് പോവുകയും ചെയ്തു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരെ കണ്ടതുമില്ല. പക്ഷേ ഞങ്ങളെ വീട്ടിൽ വന്നില്ല മോൻ. എൻ്റെ മോൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയതാണോ, എന്താ സംഭവിച്ചതെന്ന് ഇതുവരെ അറിയത്തില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് കുളക്കടയുള്ളൊരു പാർട്ടി ഇതുപോലെ എന്നെ വിളിച്ചു. ഞങ്ങൾ ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നല്ലോ. അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു ബോഡി കടവിൽ കിടക്കുന്നു, നിങ്ങളുടെ ആണോ എന്ന്
നോക്കിയിട്ടേ തിരിച്ചറിയാൻ നോക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇവരെ ആരെയും അറിയിക്കാതെ, അനിയനൊന്നും അറിയിക്കാതെ ഞങ്ങൾ അവിടുന്ന് ഒരു വണ്ടി കയറ്റി ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞാനും പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന എൻ്റെ അളിയനും അപ്പച്ചിയുടെ മോനെ ഡ്രൈവറുണ്ട്, ഞങ്ങളെല്ലാം കൂടെ ആ കടയിൽ പോയി. അങ്ങനെ വേറെ 4-5 ആൾക്കാരെ അവിടെ ആ സമയത്തുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പം താഴെ നിന്ന് വള്ളത്തെ എല്ലാം കൈക്ക് കയറിട്ടിട്ട് വള്ളത്തെ ഇങ്ങനെ വലിച്ചാണ് കൊണ്ടുവരുന്നത്. വലിച്ചു കൊണ്ടുവന്ന് സൈഡിൽ ഇങ്ങ് അടുത്ത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് ബോഡി കവന്ന് കിടക്കുന്നുണ്ട്, നമുക്ക് ബോഡി ആരുടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞ് തിരിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരത്തെ ശരീരമൊക്കെ അങ്ങ് വല്ലാതെ, വയറൊന്നും വലുതായിട്ടില്ല, നെഞ്ചും തലയൊക്കെ അങ്ങ് വികൃതമായ മുഖമൊക്കെ വികൃതമായ രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് തിരിച്ചറിയാൻ വയ്യാത്തൊരു കണ്ടീഷനാണ്. അപ്പം ഞാൻ അവിടുന്ന് സംശയം കൊണ്ട് ഡ്രസ്സും ഇതൊക്കെ അന്നേരം ഇട്ടിരുന്ന ഡ്രസ്സിനെ പറ്റി കൂടുതൽ അങ്ങനെയെല്ലാം അറിയാനും, അങ്ങനെ ഇവിടെ വന്ന അനിയൻ്റെ മോനെ വിളിച്ചുകൊണ്ട് പോയി, ഈ കൊച്ചിൻ്റെ ചേട്ടനെ. അവിടെ ചെന്ന് കണ്ടപ്പം ഡ്രസ്സും ആളിൻ്റെ ഇതും പിന്നെ കയ്യിൽ കിടന്ന മോതിരവും വാച്ചും പിന്നെ കയ്യിലൊരു അമ്പലത്തിൽ രക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട ആളിനെ തിരിച്ചറിഞ്ഞത്. നമ്മൾ കണ്ടപ്പോഴേ ബോഡിയിലെ മുഖത്തെല്ലാം രക്തക്കറയായിരുന്നു, ഉണങ്ങി പിടിച്ചിരിക്കുക. തലമുടിയിലും തലയുടെ പുറവശത്ത് മുറിവുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇട്ടിരുന്ന ഈ ഹാൻസിൻ്റെ ബാക്ക് സൈഡ്, ഇടത്തെ സൈഡ് ബാക്ക് സൈഡിൽ ഇങ്ങനെ പാടുണ്ട്, വരഞ്ഞ പാട് പോലെ. ഇത് നമ്മൾ വലിച്ചാൽ ഉണ്ടാകുന്ന സൈസ് പാടുണ്ടാകുന്നു. പിന്നെ കൈക്കും കാലിനെയൊക്കെ പൊത്തയുടെ ബ്ലഡിൻ്റെ പോലെ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്ക് സംശയം ഒരുപാട് തോന്നാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. തലയുടെ പുറവശത്ത് മുറിവ്, മുഖത്ത് രക്തം, വെള്ളത്തിൽ കിടന്ന് വീണ് രക്തം പോയാണെങ്കിൽ ഉണങ്ങി പിടിക്കില്ലല്ലോ. വെള്ളത്തിൽ വീണ് മരിച്ച വ്യക്തിയുടെ ദേഹത്ത് ഈ മുറിവുകളും പാടുകളും എങ്ങനെ വന്നു എന്നത് ഉത്തരം കിട്ടേണ്ട ചോദ്യമാണ്. പിന്നെ ബാക്കി പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വെള്ളം ചെന്നിട്ടില്ലെന്നും വിഷാംശം ഉള്ളിലുണ്ടെന്നും അത് ഫുരിഡാൻ പോരുന്ന തരികളാണെന്നും ഒക്കെ അറിയുന്നത്. വെള്ളത്തിൽ വീണ് മരിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ആയാലും സ്വല്പമെങ്കിലും വെള്ളം ഉള്ളിച്ചെല്ലും. ഇത് വെള്ളം ചെന്നിട്ടില്ല. വിഷം കഴിച്ചിട്ട് ഒരാൾ വെള്ളത്തിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം തന്നെ നമുക്കറിയാമല്ലോ അതൊരു പ്രീ പ്ലാന്റ് എന്തോ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അന്തരീയാവയവങ്ങളുടെ റിപ്പോർട്ട് കെമിക്കൽ ലാബിൽ നിന്നുള്ള റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്നത് ഫ്യൂരിഡാൻ പോലുള്ള തരികളും കുറേ ചെളിയും 100 ml പിന്നെ ഉള്ളിലുണ്ട്, ആൽക്കഹോളിൻ്റെ അംശവും ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരിതൊന്നും കഴിക്കാറില്ല, കാണാറില്ല, ഇവിടുന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാത്ത പിള്ളേരാണ്. ഒരിക്കലും മദ്യപിച്ചിട്ടോ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. ആരും പറഞ്ഞു പോലും അറിയില്ല, യാതൊരു അറിവില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും. എൻ്റെ ഒരു പെങ്ങന്മാരുടെ വീട്ടിലോ ചേട്ടന്മാരുടെ വീട്ടിലോ ഒരു ഉത്സവ സ്ഥലത്ത് എങ്ങും പോകുന്നില്ല ഞങ്ങളില്ലാതെ. എൻ്റെ അവരമ്മയും മക്കളൂടെ എവിടെയെങ്കിലും പോകുന്നത് പോലും. കേസ് അന്വേഷിച്ച SIയോട് വിവരങ്ങൾ തിരക്കിയപ്പോൾ SI നൽകിയ മറുപടി വിചിത്രം. അന്ന് ഇരുന്ന SI എനിക്ക് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ പുറകെ പോയാൽ എനിക്ക് പെൻഷൻ വാങ്ങിക്കാനൊക്കാതെ വരുമെന്ന്. ഒരു കേസ് അന്വേഷിക്കാൻ പോലും പേടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് സർ SI പദവി അലങ്കരിച്ച് ആ കസേരയിൽ ഇരിക്കുന്നത്? ഞാൻ എന്നും അന്വേഷിച്ച് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അത് അന്വേഷിക്കുന്നു എന്ന് ചെല്ലുമ്പോൾ പറയാം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതുവരെ എന്താണെന്നൊരു കാര്യങ്ങളും അറിയാൻ പറ്റിയിട്ടില്ല. ഒരു പെൺകുട്ടിയായിട്ട് ചെറിയ അടുപ്പമുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ വല്ലതും ഉണ്ടെന്ന് പോലും അത് നമ്മൾ ആ രീതിയിൽ അവർ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാനൊക്കൂ. കോളേജിലൊരു പ്രശ്നം ഉണ്ടായിട്ട് അറിയത്തില്ല. പക്ഷേ അതിനൊരു 6 മാസം മുമ്പ് ഇവൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് അവന് ചെറിയ വിഷയം ഉണ്ടായിരുന്നു. കൊല്ലത്ത് TKM കോളേജ് വെച്ചൊരു എക്സാം നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഈ കൂടുതലൊരു പയ്യനുമായിട്ട് എന്തോ വിഷയം ഉണ്ടായിരുന്നു അവർ തമ്മിൽ. അന്ന് തന്നെ അവരുടെ കൂടെ വന്നൊരു പയ്യൻ പറയുന്നുണ്ട്, ഞാൻ അവരോട് ചോദിച്ചായിരുന്നു ഇതെന്താണ് വല്ല കോളേജിലെ അടിപിടിയോ വല്ലോ ആണോ, അങ്ങനെയൊന്നും അല്ല, അതൊന്നുമല്ല, വേറെ കാര്യമാണ്. ആ പയ്യൻ അങ്ങനെ പറയണമെങ്കിൽ ആ പയ്യൻ എന്തെങ്കിലും അതിനെപ്പറ്റി അറിയാം. ആ പയ്യനെ അവിടെ വിളിപ്പിച്ചിരുന്നാണെന്ന് പറയുന്നു. പക്ഷെ വിളിപ്പിച്ചതിലും അവനെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തൊന്നുമില്ല. ആ കുട്ടികളെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം ചെയ്യേണ്ട ആളുകൾ അവരത് ചെയ്താൽ മാത്രമല്ലേ ഈ കേസിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഇവർ ഇവിടെ വന്ന കൊച്ചിൻ്റെ ബുക്കുകൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിനകത്തൊക്കെ അയാൾ 1-2 ഇതുപോലെ ജീവിതം മടുത്തു എന്നൊക്കെ 1-2 എഴുതിയതായിട്ട് അവർ പറഞ്ഞു. വീട്ടിലും ഒരു വഴക്കില്ല, സ്കൂളിലും ഇല്ല, നല്ലോണം പഠിക്കും. ആരും വിശ്വസിക്കുന്നില്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളില്ല. എല്ലാവരുടെയും അടുത്ത് വളരെ സൗമ്യമായിട്ടായി 2 മക്കളും ഇടപെടുന്നത്. സംസാരം പോലും അവർ വളരെ സൗമ്യമായിട്ടേ സംസാരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഇവർക്കൊരു ശത്രുക്കൾ ഉണ്ടാകാൻ പോലും സാധ്യതയില്ല. എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ഇവിടെ വരുന്ന പയ്യാണ്.
നമ്മുടെ സ്വന്തം മകനേക്കാളും കാര്യമായിട്ട് ഞങ്ങൾ നോക്കുന്നതാണ്. എന്ത് കാര്യം ഉണ്ടായാലും നമ്മളടുത്ത് പറയുകയും ചെയ്യും. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ യാതൊരു ഐഡിയ എന്തുകൊണ്ട് പറ്റി ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോൾ എന്താണ് ഇവരിങ്ങനെ ചെയ്തതെന്നുള്ളത്. കാരണം അവന് എല്ലാം കൊണ്ടും ഒരു പ്രശ്നമില്ല. അവന് എക്സാമിന് ഫീസ് വരെ അടച്ചിട്ടിരിക്കുമായിരുന്നു. സ്വതവേ ഒരു പതുങ്ങിയ സ്വഭാവമാണ്. ആരോടും അധികം സംസാരിക്കത്തൊന്നുമില്ല. അധികം ഫ്രണ്ട്സൊന്നുമില്ല. ഫ്രണ്ട്സ് ഉള്ളവരോട് തന്നെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ അവന്. ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റി വല്ല എൻ്റെ മോനെ വല്ലതും ചെയ്താണോ അതും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. മരണം സംഭവിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം ശ്രീജിയെ തിരക്കി കുറച്ച് ആളുകൾ വന്നെന്നും ഈ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ തിരക്കിയെന്നും പറയുന്നു. ആൾ മരിച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ടൊരു 4 പേര് കാറേ വന്നിരുന്നു. അപ്പോൾ ഈ പയ്യനെ പറ്റിയൊക്കെ തിരക്കി. അപ്പം വൈഫേ ഉള്ളതാണ്. വൈഫ് അന്നേരം പറഞ്ഞ പോലെ നമ്മുടെ ബന്ധുവാണ്, നമുക്ക് അങ്ങനെയുള്ള തിരക്കി. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി പോയതാണ് അവർ. 4 പേരും സാമാന്യം ഭേദപ്പെട്ട വീട്ടിലെ അവർ കാറിലാണ് വന്നത്. പിന്നെ അവരെ ഇന്ന് വരെ കണ്ടിട്ടുമില്ല ഈ 4 പേരെ. പക്ഷെ അവർക്ക് കണ്ടാലോ അറിയാം ആളിനെ. ഇവർ ആരായിരുന്നെന്ന് എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? ഇത് ഏതെങ്കിലും നല്ലൊരു ഏജൻസി മാറി അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ സത്യം വെളി വരുള്ളൂ. നല്ല രീതിയിൽ അന്വേഷണം തന്നെ വേണം. അത് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുക തന്നെ വേണം. കാരണം ഇവിടെ ഒരു കുട്ടിയല്ലേ. എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അത് വരികയും വേണം. അത് നമ്മുടെ ആവശ്യമാണ്. ആരെങ്കിലും ഒരാൾ കൂട്ടെങ്കിലും ഇല്ലാതെ ഈ ആൽക്കഹോളോ ആയാലും ഈ ഇതൊക്കെ കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരു ചെറിയ സപ്പോർട്ടെങ്കിലും കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെങ്ങനെങ്കിലും എനിക്ക് തെളിയിച്ചെടുക്കണം. എൻ്റെ കുഞ്ഞ് സ്വയം മരിച്ചെങ്കിൽ അങ്ങനെ, അതല്ല എന്തെങ്കിലും ആരെങ്കിലും ചെയ്തതാണെന്നുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. വിഷാംശം ഉള്ളിൽ ചെന്നതുകൊണ്ടുണ്ടായ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹം കണ്ടെടുത്തത് പുഴയിൽ നിന്ന്. പുഴവെള്ളാകത്ത് ചെന്നിട്ടില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിഷം കഴിച്ചൊരു വ്യക്തി എങ്ങനെ പുഴയിലെത്തി? ഒന്നിനു പിറകെ ഒന്നായി ഉത്തരം കിട്ടാനുള്ള ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. കുളത്തിൽ വീണു മരിച്ചു എന്ന് പറയപ്പെടുന്ന മറ്റൊരു കൊലപാതകം. ദേഹമാസകലം മുറിവുകളുമായി കുളത്തിൽ നിന്നും കണ്ടെത്തിയ അനീഷിന്റെ മരണത്തിലെ സത്യാവസ്ഥ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഉച്ചയോടെ സുഹൃത്തിനൊപ്പം വീട്ടിൽ നിന്നും ഇറങ്ങിയ അനീഷിനെ അടുത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. 3:30 അവർ അവിടെ അടിയായി അവിടെ പ്രശ്നമായി. എൻ്റെ കൊച്ചിന് വാക്കേടായിട്ട് അടി വീണ് എൻ്റെ കൊച്ച് പിന്നെ വെള്ളത്തിലെടുത്ത് എറിഞ്ഞു. പല ഭാഗങ്ങളിലും ചെറിയ മുറിവുകളുമൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ടിടയായി. വെള്ളം കുടിച്ചതായിട്ട് വയറൊന്നും പെരുകിയതായിട്ട് കണ്ടില്ല. ചെവിക്കല്ലേ അടിപ്പാട് വ്യക്തമായിട്ട് അറിയാം. എടുത്ത ചെവിയിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ട്. പോലീസ് പറയുന്ന വെള്ളത്തിൽ വീണ് മരിക്കുന്നവരൊക്കെ ഇതൊക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. ആ നാട്ടിലെ ഒരു പ്രമുഖ വ്യക്തിയുടെ മാളികയിൽ ജോലിക്ക് വരണമെന്ന് പറഞ്ഞാണ് അനീഷിനെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. വരുന്നില്ല എന്ന് പറഞ്ഞ അനീഷിന് നേരെ ബലപ്രയോഗം നടത്തുകയും അങ്ങനെ നടന്നൊരു മരണമാണെന്നാണ് അനീഷിന്റെ അച്ഛൻ ആരോപിക്കുന്നത്. എൻ്റെ മകൻ അനീഷ് ലാലിനെ 2009 സെപ്റ്റംബർ 13 ഉച്ചയ്ക്ക് 2:30 കൂടി എൻ്റെ വീട്ടിൽ വന്ന് വിജയൻ എന്ന് പറയുന്ന ആൾ വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകും. വണ്ടി കഴുകാൻ പുത്തൂരാൻ ബിജുവിൻ്റെ വണ്ടി കഴുകാനെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അവൻ ചെല്ലില്ല എന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടും എടുത്തും കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയി 3:30 അവർ അവിടെ അടിയായി അവിടെ പ്രശ്നമായി. എൻ്റെ കൊച്ചിന് വാക്കേടായിട്ട് അടി വീണ് എൻ്റെ കൊച്ച് പിന്നെ വെള്ളത്തിലെടുത്ത് എറിഞ്ഞു. അടിച്ച് കൊന്ന് എൻ്റെ പൊന്നോനെ എറിഞ്ഞിട്ട് 5:30 അവനെ കരയ്ക്ക് എടുക്കുന്നു. ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെയുള്ള 2-3 പേരാണ് മുങ്ങിയെടുത്തത്.
എടുത്ത് ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. 2009 സെപ്റ്റംബറിൽ നടന്നൊരു മരണം. ഉച്ചയോടെ സുഹൃത്തിനൊപ്പം വീട്ടിൽ നിന്നും ഇറങ്ങിയ അനീഷിനെ അടുത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ബോഡി കണ്ട സമയത്ത് ഞെട്ടിപ്പോവാണ് ചെയ്തത്. കാര്യം പല ഭാഗങ്ങളിലും ചെറിയ മുറിവുകളും ഒക്കെ ഞങ്ങൾക്ക് കാണാനായിട്ടിടയായി. പക്ഷെ എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. എടുത്ത് കഴിഞ്ഞ് കരയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാം കൂടെ ഈ ബോഡിയുടെ പുറകെ നിന്ന് പോയി. ബോഡിയുടെ പുറകെ നിന്ന് പോയി അവിടെ കൊണ്ടുവന്ന് മരണം സ്ഥിരീകരിച്ച് മോർച്ചറി വച്ച്. വാർഡ് മെമ്പർ സിനി വന്ന് എൻ്റെ കൂടെ പറഞ്ഞ് അവൻ പോയ വണ്ടി ആക്സിഡൻ്റായി കടയ്ക്ക് ഗവൺമെൻറ് ആശുപത്രി കിടക്കണമെന്നാണ് എൻ്റെ കൂടെ വന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് വയ്യ വലിച്ചു കഴിച്ച് ഞാൻ ശ്വാസം മുട്ടാണ്. വലിച്ചു കഴിച്ച് ഞാൻ റോട്ടിൽ കയറി കടയ്ക്ക് ഗവൺമെൻറ് ആശുപത്രി ചെന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞ എൻ്റെ കൊച്ചിക്ക് മോർച്ചറി കിടക്കുന്നതായിട്ടാണ്. അപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. അപ്പം മോർച്ചറിയിൽ വെച്ച ഒരു ബോഡി പിന്നെ തുറന്നവർ കാണിക്കില്ലല്ലോ. പിറ്റേന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ബോഡി കൊണ്ടുവന്ന് അടക്കി. പുത്തൂരാൻ ബിജുവിൻ്റെ ബന്ധുക്കാർ കള്ളശോകൻ എന്ന് പറയുന്ന അവൻ്റെ വീട്ടിൽ പോയി അവിടെയൊക്കെ ചെന്നിരുന്നൊക്കെ എടുത്തും കൊണ്ട് വന്ന് എന്നെ എൻ്റെ അമ്മ മേലിരുന്ന് നമ്മൾ അന്തം വിട്ട് ഭൂതം പറഞ്ഞ് നിൽക്കും. ആ സമയത്ത് നിൽക്കും അവിടെ വന്ന് എന്നെ കൊണ്ട് ഒപ്പിടിച്ച് അമ്മയും കൊണ്ട് ഒപ്പിടിച്ചിട്ട് പറയാൻ രക്ഷപ്പെട്ട് ഇത്രയും മതിയായിരുന്നു രക്ഷപ്പെട്ടെന്നും പറഞ്ഞു. നമ്മളെ മുമ്പാച്ച് ഈ പാസ്സാർ പറഞ്ഞിട്ട് പോണേന്ന് രക്ഷപ്പെട്ട് ഇത്രയും മതിയായിരുന്നു രക്ഷപ്പെട്ടെന്ന്. എവനെയൊക്കെ പോലെ ഉള്ളവന്മാർ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്ന സാധാരണപ്പെട്ടവർക്കൊന്നും ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്നുണ്ട്. മറ്റേത് അസ്വാഭാവിക മരണങ്ങളിലും സംഭവിക്കാറുള്ളതുപോലെ തന്നെ ഈ മരണത്തിലും സംഭവിച്ചു. കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റുന്ന ആ പോലീസ് മാജിക്. മുങ്ങി മരണമെന്ന പേരിൽ ആത്മഹത്യയായി തന്നെ ഈ കേസും അവർ കണക്കാക്കി. ചെവിക്കല്ലേ അടിപ്പാട് വ്യക്തമായിട്ട് അറിയാം. എടുത്ത ചെവിയിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ട്. പോലീസ് പറയാൻ വെള്ളത്തിൽ വീണ് മരിക്കുന്നവരൊക്കെ ഇതൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതൊരു കൊലപാതകമാണെന്ന സംശയം ജനിപ്പിക്കാൻ തരത്തിലുള്ള പല കാരണങ്ങളും ആ മൃതദേഹത്തിൽ കാണുന്നുണ്ടായിരുന്നു. ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ, മർദ്ദനമേറ്റതുപോലുള്ള പാടുകൾ, ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. കല്ലിച്ച് കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കല്ലിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. മർദ്ദിച്ചതാണോ ഇനി വീണ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നും അറിയത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്വാഭാവിക മരണം കണ്ണ് കാണാൻ വയ്യാത്തവർക്കും തോന്നുന്നില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം കുടിച്ചതായിട്ട് വയറൊന്നും പെരുവിയതായിട്ട് കണ്ടില്ല. നീന്തൽ അറിയാത്ത ഒരാൾ അങ്ങനെ അതിനകത്തേക്ക് ഇറങ്ങി മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ നീന്തൽ അറിഞ്ഞിരുന്നു എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അറിവ്. അപ്പോൾ ആ ഒരു മരണത്തിൽ തികച്ചും ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ചെയ്തായത് ഡോക്ടർമാരും പോലീസും ഒക്കെ അന്നും ഇന്നും പറയുന്നത് അത് കൊലപാതകമൊന്നും അല്ല. ഈ പുത്തൂരാൻ ബിജു അറിയാതെ ഒരിക്കലും ഇത് സംഭവിക്കില്ല. പുത്തൂരാൻ ബിജുവിന് ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ള കാര്യങ്ങളും അങ്ങനെ ഒരു ആരോപണത്തിലൊന്നും അതിലൊന്നും ഒരു കഴമ്പുമില്ല. യവന്മാരായിട്ട് സഹകരിക്കല്ലെന്ന് വരെ ഞാൻ പറഞ്ഞ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടുകാരും ഈ പുത്തൂരാൻ ബിജു എന്ന് പറയുന്ന ആളും ഒക്കെ വളരെ വളരെ അടുപ്പത്തിലായിരുന്നു. ഈ മരിക്കുന്ന നിമിഷം വരെ അവരൊരുപാട് ശരിക്കും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. യവൻ 2 ദിവസം ചെല്ലാതിരിക്കുകയാണെങ്കിൽ 3ൻ്റെ അന്ന് അവന്മാർ ഫോൺ വിളിച്ച് അവനെ എന്നെ പറ്റി യവന്മാരായിട്ട് ഈ ഈ വിജയകുമാരൻ പിള്ളേരുടെയൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞു എൻ്റെ കൊച്ചി അവരുടെ കൂടെ ഉള്ള കൂട്ടുകെട്ടി എൻ്റെ കൊച്ചിനെ അവന്മാർ ചതിക്കുമെന്ന് എൻ്റെയൊക്കെ കൂടെ ഞാൻ പലതവണ ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ പരാതി കൊടുക്കാനെത്തിയ അനീഷിന്റെ അച്ഛന് ലഭിച്ച മറുപടി ഇതായിരുന്നു. 20 രൂപ കൊടുത്ത് ഞാൻ ഒരു പരാതി എഴുതി. ഞാൻ അന്ന് SI-യിലായിരുന്നു, ASI ആയിരുന്നു. ASI പാസി സാറിൻ്റെ ഞാൻ കൊണ്ട് കൊടുത്തപ്പം സാർ എൻ്റെ കൂടെ ചോദിച്ച മറുപടി ഇതാണ്: ഈ നാട്ടിൽ നടക്കുന്ന രീതി ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കൂടെ ചോദിച്ച് കൊള്ളാമെന്നുള്ള ആൾക്കാർ വന്ന് മൊഴി തന്നു. ഇയാൾ എന്തേലും ഉദ്ദേശത്തിൻ്റെ പുറത്ത് പരാതിയും കൊണ്ടുവന്ന് അവരെ മണ്ടേ വയ്ക്കാനാണ്. അത് ആരൊക്കെയാണ് സാർ ഈ കൊള്ളാവുന്ന ആളുകൾ? വന്നിറങ്ങുന്ന കാറിന്റെയും പോക്കറ്റിലെ നോട്ടിന്റെ കനവ് നോക്കിയാണോ കൊള്ളാവുന്ന ആളുകളെയും കൊള്ളാത്ത ആളുകളെയും തിരിച്ചറിയുന്നത്? ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ആരെയും മണ്ടേ വയ്ക്കേണ്ട, എൻ്റെ കൊച്ച് സ്വയം ചെയ്യില്ല, എൻ്റെ കൊച്ചിനെ കൊലപ്പെടുത്തുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി പുറത്തിറങ്ങി നിന്നപ്പോൾ എന്നെ ഈ വിജയകുമാരൻ പിള്ള ആളിനെ വിട്ട് വിളിപ്പിച്ചു.
ആരുമായിട്ട് ആലോചിച്ച് പരാതി കൊടുത്തെന്ന് വെച്ച് ഞാൻ പറഞ്ഞിടേ നിങ്ങളെ ഞാൻ 10 മണി വരെ നോക്കി കണ്ടില്ല, അങ്ങനെയാണ് ഞാൻ പരാതി കൊടുത്തത്. നിങ്ങൾ സഹകരിക്കണം, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾ നോക്കണം, നിങ്ങൾക്കുമൊക്കെ മക്കളുള്ളവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എടുത്ത വായിൽ എൻ്റെ ചോദിച്ചു ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്ത പരാതി പിൻവലിക്കണം എങ്ങനെയാണ്? എനിക്കറിഞ്ഞൂടാ, എനിക്കിപ്പോൾ അങ്ങനെ പോലീസിൽ ഒരു സ്വാധീനമില്ല. ഞാൻ പോലീസിൽ അങ്ങനെ ആരുടെയും കാണാനും ഞാൻ പോയിട്ടില്ല. എനിക്ക് അറിഞ്ഞും കൂടാ. പോലീസ് സ്റ്റേഷനിൽ തന്നെ കയറുന്നത് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. പരാതിയുമായി സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങളോട് തട്ടിക്കയറിയും മൂന്നാംകിട ഗുണ്ടകളുടെ സ്വഭാവം കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന അരഗൻ നേച്ചറുള്ള പോലീസ് ഓഫീസേഴ്സ് ഇന്നും ഡിപ്പാർട്ട്മെന്റിൽ സേവനം ചെയ്യുന്നുണ്ടെന്ന് ലോകം മലയാളികളുടെ മൊത്തം വില കളയുന്ന കാര്യമാണ്. ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. ഞാൻ അവൻ്റെ മൊബൈൽ ഫോണാവട്ടെ, അവൻ്റെ മൊബൈൽ ഫോണാവട്ടെ, അവൻ്റെ വസ്ത്രങ്ങളാവട്ടെ, ഇതൊന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തില്ല. മൊബൈലിൽ കൂടെ എന്നെ വിളിച്ച് തെറി വിളിക്കും. ഞാൻ എടുക്കുമ്പോൾ എന്നെ തെറി വിളിക്കും. ക്രൈം ബ്രാഞ്ചിൻ്റെ നമ്പർ എല്ലാം കൊടുത്ത് സിമ്മ് 2 സിമ്മാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ ഇത് കാലാവധി കഴിഞ്ഞ് പോയി, ഇനി ഇത് കിട്ടൂലെന്ന്. പണവും സ്വാധീനവും ഇല്ലാത്തവന് ഇവിടെ നീതി ലഭിക്കണ്ട എന്നാണോ? ഒരു കാരണവശാലും അങ്ങനെ രക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണമല്ലോ. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള ആളിനെ നമുക്ക് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ നമുക്ക് പറ്റും. സമാനതകൾ ഒരുപാടുള്ള 2 കൊലപാതകങ്ങളായിരുന്നു ശ്രീജി രാജിന്റേതും അനീഷ് ലാലിന്റേതും. കൊലപാതകങ്ങൾ മാത്രമല്ല, ഏത് കുറ്റകൃത്യമായാലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ വേണം. അപ്പോഴാണ് തലയിലിരിക്കുന്ന തൊപ്പിയുടെ വില എന്താണെന്നും ധരിച്ചിരിക്കുന്ന യൂണിഫോമിന്റെ മഹത്വം എന്താണെന്നും തിരിച്ചറിയുക. ശേഷം ഇനി നാളെ വൈകുന്നേരം 3:30.